വെൽക്കം ടു ട്രാവലോഗ് ബൈ ജിയോ. ഇന്ന് നമ്മളുള്ളത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിനടുത്തുള്ള കൈലാസ് നാഥ എന്ന് പറഞ്ഞ ടെമ്പിളാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കാഞ്ചി കൈലാസനാഥർ ക്ഷേത്രം. കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ചരിത്ര പ്രാധാന്യമുള്ള ഒരിടം കൂടിയാണ്. പല്ലവ വംശത്തിൽപ്പെട്ട രാജാവ് നിർമ്മിച്ച ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. പല്ലവ രാജവംശത്തിലെ രാജസിംഹൻ 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് കൈലാസനാഥർ ക്ഷേത്രം നിർമ്മിക്കുന്നത്. നരസിംഹവർമ്മൻ 2 എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. വൈഗാവതി നദിയുടെ തീരത്താണ് ക്ഷേത്രമുള്ളത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് 3 കാഞ്ചികളാണുള്ളത്. അതിൽ ശിവകാഞ്ചിയാണ് കൈലാസനാഥർ ക്ഷേത്രം. മറ്റു 2 കാഞ്ചികൾ വിഷ്ണു കാഞ്ചി എന്നും ജൈൻ കാഞ്ചി എന്നും അറിയപ്പെടുന്നു. Years old, this temple Kanchi Kailasanatha. There's a Rajasimha Narasimha Pallava and Mahendra Varma. Rajasimha Narasimha Pallava and son and daddy. The temple ഉണ്ട് അതിന് ഇതിൻ്റെ അകത്ത് രണ്ട് ശിവലിംഗം. ഒന്ന് വിഷ്ണു വഴിപ്പെട്ട ശിവലിംഗം, വിഷ്ണു പൂജ ശേഷിക്കുന്ന ശിവലിംഗം ഇതിൻ്റെ അകത്ത്, ശ്രീ നാരദ ഋഷി പൂജ ശേഷിക്കുന്ന ശിവലിംഗം ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ 16 പേസ് ശിവലിംഗം ഇതിൻ്റെ 16 പേസ്. ഒരു 16 മുഖമുള്ള ശിവലിംഗം, 16 തെറ്റ് പെരുവാഴുവാണ് അതിൻ്റെ ശിവലിംഗം ഉണ്ടാകുന്നുണ്ട്. അതിനല്ലാതെ ഇതിൻ്റെ 58 ധ്യാനപീഠങ്ങൾ. ഇതിൻ്റെ ധ്യാനപീഠങ്ങൾ ചിലപ്പോൾ ഒത്തിരി ഇരുന്നിട്ട് ധ്യാനപ്പെടുന്നത് ഇതിൻ്റെ ധ്യാനം. ഇതിൻ്റെ 58 ധ്യാനപീഠങ്ങൾ. ഇതിൻ്റെ ഒவ்வொரு നമ്പറും ഉണ്ട്. നമ്പർ എടുത്തിട്ട് ഒന്നൊരു നമ്പർ 58 ധ്യാനപീഠങ്ങൾ. 63 നായന്മാരിൽ പൂസലാറിൻ്റെ നായനാർ മനസാല. 63 നായന്മാരിൽ വന്നിട്ട് പൂസലാറിൻ്റെ നായനാർ மனசால கட்டிய இந்த டெம்பிள் காஞ்சி கைலாசம். இந்த டெம்பிளை பார்த்துட்டு தான் தஞ்சை பெரிய கோயில் ராஜராஜ சோழன். இது வந்து சுத்துல பெருசு, சுத்துல பெருசு, ரவுண்ட்ல ஹைட்ல பெருசு. அது തഞ്ചൈ പെരിയ കോയിൽ. വിശ്വാസങ്ങളും കഥകളും അനുസരിച്ച് രാജരാജ ചോളൻ 1 അക്കാലത്ത് കാഞ്ചി കൈലാസനാഥർ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അത്രേ. ഈ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിന്നാണ് അദ്ദേഹം ബൃഹദീശ്വര ക്ഷേത്രം എങ്ങനെ നിർമ്മിക്കണം എന്ന പദ്ധതിയിലെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. നടരാജമൂർത്തിയുടെ മനോഹരമായ ശില്പവേലകളുള്ള ഈ ക്ഷേത്രം സന്ദർശിച്ച രാജരാജ ചോളൻ ഇതിന് കാഞ്ചിപ്പെട്ടു പെരിയ തിരുക്കട്രല്ലി എന്ന പേര് നൽകുകയും ചെയ്തു എന്നും വിശ്വാസമുണ്ട്. തമിഴ്നാട്ടിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടേറെ തരത്തിലുള്ള കൊത്തുപണികൾ ഇവിടെ കാണാം. നടരാജമൂർത്തിയുടെ മനോഹരമായ ശില്പവേലകൾ, ക്ഷേത്രഗോപുരങ്ങൾ, 16 വശങ്ങളുള്ള ശിവലിംഗം, നന്ദിയുടെ പ്രതിമ, കൊത്തുപണികളുള്ള തൂണുകൾ, വിവിധ ദേവീദേവന്മാരുടെ രൂപങ്ങൾ, ശിവന്റെയും പാർവതിയുടെയും വിവിധ നൃത്തരൂപങ്ങൾ തുടങ്ങിയവ ഇവിടെ ക്ഷേത്രത്തിന്റെയും ഉപക്ഷേത്രത്തിന്റെയും വിവിധ ഭാഗങ്ങളായി കാണാൻ സാധിക്കും. അക്കാലത്ത് ക്ഷേത്ര നിർമ്മാണ രീതികളിൽ ഒരു ട്രെൻഡ് തന്നെ സെറ്റ് ചെയ്ത ക്ഷേത്രമാണ് കൈലാസനാഥർ ക്ഷേത്രം. ഒരു ക്ഷേത്രത്തിന് വേണ്ട രീതിയിൽ ആദ്യമായി തെക്കേ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണത്രേ ഇത്. അതിനു മുൻപ് മഹാബലിപുരത്തും മറ്റും കാണുന്നതുപോലെ മരം കൊണ്ടോ അല്ലെങ്കിൽ ഗുഹയിലോ കല്ലിലോ ഒക്കെയായിരുന്നു ക്ഷേത്രം നിർമ്മിച്ചിരുന്നത്.
ശിവലിംഗത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. നെടുകിയ വരകളുള്ളതാണ് ഈ ശിവലിംഗം. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് എന്തു സംഭവിച്ചാലും എല്ലാ ദിവസവും വൈകിട്ട് കൃത്യം 6:30 ക്ഷേത്രം അടയ്ക്കും. ഇവിടെ ക്ഷേത്രം വലം വയ്ക്കുന്നതിനും പ്രത്യേകതകളുണ്ട്. ശിവലിംഗത്തിന് വലതുഭാഗത്തുള്ള തീരെ ഉയരം കുറഞ്ഞ ഒരു വഴിയിലൂടെയാണ് ഇത് വലം വയ്ക്കേണ്ടത്. പുറത്തേക്ക് ഇറങ്ങേണ്ട വഴിയും ഇതുപോലെ ചെറുതാണ്. ചെറുപ്പം, യൗവനം, വാർദ്ധക്യം എന്നീ 3 അവസ്ഥകളെയാണ് ഇവിടുത്തെ ഈ രീതിയിലുള്ള പ്രദക്ഷിണം പ്രതിനിധാനം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ശിവൻ പുനർജന്മം നൽകുകയില്ല എന്നും ഇവിടെ വിശ്വാസമുണ്ട്. ഇതിന്റെ ഒരു മുഖ്യത്വം എന്ന് പറഞ്ഞാൽ ഇതിന്റെ 3 മെറ്റീരിയൽ தான் இந்த ടെമ്പിൾ ഉണ്ടാക്കിയത്. ഒന്ന് ഗ്രാനൈറ്റ്, സൈൻസ്റ്റോൺ, വെജിറ്റബിൾ പെയിന്റിംഗ്. ഒന്ന് ഗ്രാനൈറ്റ്, സൈൻസ്റ്റോൺ, വെജിറ്റബിൾ പെയിന്റിംഗ്. then ഗ്രാനൈറ്റ്, then സൈൻസ്റ്റോൺ, വെജിറ്റബിൾ പെയിന്റിംഗ് நான் காணிക്കാം. அது இல்லாத 1958 ரீமெயின்டெனன்ஸ் இது சுண்ணாம்பில் ரீமெயின்டெனன்ஸ் பண்ணிருக்காங்க. ഇതിൻ്റെ 2 சிவலிங்கம் உள்ள இருக்கு, நஞ்சி அங்கே இருக்கு. பட் வெளியில் வந்துட்டு ஒரு கிணறு, அந்த கிணத்துல தண்ணி எடுத்து தான் சிவனுக்கு அபிஷேகம் பண்ணிட்டாச்சு. இப்போ வந்துட்டு மோட்டர் போட்டதுனால தண்ணி மோட்டர் மூலியமா தண்ணி அங்கே போய் ராஜசிம்ம நரசிம்ம பல்லவா அண்ட் மகேந்திரவர்மா. திஸ் டெம்பிள் ഉണ്ടാക്കിയ ടൈം ഇത് രാജസിம்ம നരസിம்ம പല്ലവ അവരുടെ അപ്പാൻ്റെ ചേട്ടൻ രണ്ട് പേരുടെ ഇത് ടെമ്പിൾ ഉണ്ടാക്കി. ഇതിൻ്റെ പൊസിഷനാണ്. ഇതിൻ്റെ അകത്ത് വിഷ്ണു വഴിപ്പെട്ട ശിവലിംഗം ഇട്ട് ഇതിൽ ശ്രീ നാരദ വഴിപ്പെട്ടത്. ഇത് കാലിലെ സൈതരം, കാലിൽ സൈതരം, ഏർലി മോർണിംഗ് ഈവനിങ് പൂജ നടത്തുന്നത്. ബട്ട് മഹാശിവരാത്രി അത് ഓപ്പൺ പൂജ എല്ലാവരും. കൈലാസനാഥർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആർക്കോണം റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമാണ് റോഡ് മാർഗം ഉള്ളത്. ചെന്നൈയിൽ നിന്നാണെങ്കിൽ ഏകദേശം 80 കിലോമീറ്റർ ദൂരമാണുള്ളത്.